ഇന്ന് അതിരപ്പള്ളിയിൽ ഒരു കാട്ടാനക്കൂട്ടം വല്ലാത്ത പരിഭ്രാന്തി പരത്തി. അതിരപ്പള്ളി 10-6 കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിരിക്കുന്നത്. എണ്ണപ്പനത്തോട്ടത്തിന് സമീപത്തെ റോഡിലും കാട്ടാനകൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. ജനവാസ മേഖലയിലേക്കും കാട്ടാന നീങ്ങിയതോടെ പ്രദേശവാസികൾക്ക് വല്ലാത്ത ആശങ്കയുണ്ടെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാട്ടാന പോകുന്ന പോക്ക് കണ്ടില്ലേ? ലൈസൻസ് ഉള്ളല്ലേ പോകുന്നു. ഒരു സാധാരണ കാഴ്ചയാകുമെന്ന് ഒരിക്കലും ആരും പ്രതീക്ഷിച്ചു കാണുന്നത്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. സൂരജ് സജി, കാട്ടാനക്കൂട്ടം വളരെ ലൈസൻസ്ഡ് പ്രോപ്പർട്ടി പോലെ കയറി പോവാ, എന്തൊക്കെയാ വിവരങ്ങൾ? അക്ഷരാർത്ഥത്തിൽ ഈ കാട്ടാനക്കൂട്ടം നാട്ടുകാരെ വട്ടം കറക്കി എന്നുള്ളതാണ്. ഈ ഇടയ്ക്കിടയ്ക്ക് എണ്ണപ്പനത്തോട്ടത്തിലേക്ക് കയറും, പിന്നീട് റോഡിൽ ഇറങ്ങി നിൽക്കും, കുറച്ചു ദൂരം ജനവാസ മേഖലയിലേക്ക് അടുത്തേക്ക് നടന്നു വരും, പിന്നീട് വീണ്ടും എണ്ണപ്പനത്തോട്ടത്തിലേക്ക് കയറും, റോഡിലേക്ക് ഇറങ്ങും. അങ്ങനെ ഈ ഗതാഗതം തടസ്സപ്പെടുത്തിയും എണ്ണപ്പനത്തോട്ടത്തിൽ എണ്ണപ്പന കുത്തിമറിച്ചുമൊക്കെ ഇട്ട് ഈ നാട്ടുകാരെ അക്ഷരാർത്ഥത്തിൽ പരിഭ്രാന്തിയിലാക്കി ഈ കാട്ടാനക്കൂട്ടം എന്നുള്ളതാണ്. 1.5 മണിക്കൂർ നേരത്തിന് ശേഷമാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് എത്തിയത്. പക്ഷേ ഈ കാട്ടാനക്കൂട്ടത്തെ തുരത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമീപത്ത് വനമേഖലയാണ്, പക്ഷേ ഈ വനത്തിനകത്തേക്ക് കയറാൻ ഈ കാട്ടാനക്കൂട്ടം കൂട്ടാക്കുന്നുമില്ല. 2 ആഴ്ചയിലേറെയായി ഈ മേഖലയിൽ, ഇതിപ്പോൾ 10-6 നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണിച്ചിട്ടുള്ള കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിരിക്കുന്നത്. അതിന് സമീപത്ത് തന്നെ മോതിരക്കണ്ണി എന്ന് പറയുന്ന മേഖലയുണ്ട്, അവിടെയും ഒരു കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. 2 ആഴ്ചയിലധികമായി ഈ വൈകുന്നേരം സമയത്ത് ഈ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങുകയും വ്യാപകമായി കൃഷിനാശം വരുത്തുന്ന ഒരു സാഹചര്യവുമുണ്ട്. എന്തായാലും പ്രദേശവാസികളെ സംബന്ധിച്ച് വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അവർ പറയുന്നത് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ചറിയിച്ച് അവർ വന്ന് ഈ ആനയെ തുരത്തുന്ന ഒരു ശാശ്വത പരിഹാരമല്ല. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഈ കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ ഈ മേഖലയ്ക്ക് വേണ്ടി പ്രത്യേക RRT സംഘത്തെ നിയോഗിക്കണം എന്നൊരു ആവശ്യമാണ് ഇവർ പറയുന്നത്. അങ്ങനെ RRT സംഘത്തെ നിയോഗിച്ചുകൊണ്ട് ഈ മേഖലയിൽ നിന്ന് കാട്ടാനയെ തുരത്തുന്നതിന് വേണ്ടി ശാശ്വതമായ ഒരു പരിഹാരം വേണം. പ്രത്യേകിച്ച് ഈ ഫെൻസിംഗ് ലൈനുകൾ ഉൾപ്പെടെ ഈ മേഖലയിലുണ്ടെങ്കിൽ ഈ ഫെൻസിംഗ് ലൈനുകളെല്ലാം ഈ പ്രവർത്തനരഹിതമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഫെൻസിംഗ് എല്ലാം മറികടന്നാണ് ഈ ജനവാസ മേഖലയിലേക്ക് കാട്ടാന ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ RRT സംഘത്തെ നിയോഗിച്ചുകൊണ്ട് ഒരു ശാശ്വത പരിഹാരം വേണം എന്നുള്ളതാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്.